ഹായ് എവരി വൺ, വെൽക്കം ടു ട്യൂരിറ്റ്യൂട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലോഗരിതംസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് ലോഗ് കണ്ടുപിടിക്കുക അല്ലേ, പല നമ്പേഴ്സിൻ്റെയും ലോഗ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു നമ്പറിൻ്റെ ലോഗ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ ലോഗിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിന് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസ്. അത്ര വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കുറച്ച് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്, അത് വെച്ചിട്ട് സിമ്പിളായിട്ട് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു നമ്പറിൻ്റെ ലോഗരിതം അല്ലേ, അതായത് ഒരു നമ്പറിൻ്റെ ലോഗ് എന്താണെന്നുള്ള ഡെഫിനിഷൻ നോക്കാം. ലോഗരിതം ഓഫ് എ നമ്പർ ഈസ് ദ പവർ ടു വിച്ച് എ ബേസ് മസ്റ്റ് ബി റേസ്ഡ് ടു ഗെറ്റ് ദ നമ്പർ അല്ലേ. അത് കേൾക്കുന്ന സമയം നമുക്കൊന്നും മനസ്സിലായി, കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഒരു നമ്പറിൻ്റെ ഇപ്പം നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ലോഗ് 1000 ടു ദ ബേസ് 10. ഓക്കെ, 1000 എന്ന് പറയുന്ന നമ്പറിൻ്റെ ലോഗാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ബേസ് തന്നിട്ടുണ്ട് എന്താണ്, 10 ആണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് 1000ൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ലോഗ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവർ പറയുന്നത് ലോഗരിതം ഓഫ് എ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ 1000 ഈസ് ദ പവർ ടു വിച്ച് എ ബേസ് മസ്റ്റ് ബി റേസ്ഡ്. അതായത് ഇവിടുത്തെ ബേസ് ആരാ, 10 ആണ്. ഓക്കെ, ഈ 10ൻ്റെ പവർ, 10ന് നമുക്ക് ഏത് പവർ കൊടുത്താലാണ് നമുക്ക് ഈ ഒരു നമ്പർ കിട്ടാൻ നോക്കാം. ഓക്കെ, 10ന് നമുക്കറിയാം ഏത് പവർ, 10 സ്ക്വയർ 100 ആണ്, 10⁻³ ആണ് എന്ത് 1000 വരുന്നല്ലേ. അപ്പോൾ അവിടുത്തെ പവർ ആരാണ്, 3. ആ പവറിനെയാണ് നമ്മൾ ഈ 1000 എന്ന നമ്പറിൻ്റെ ലോഗ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ എന്താ, ലോഗരിതം ഓഫ് എ നമ്പർ. ഓക്കെ, അതായത് നമ്പർ 1000 ആണ്, അതിൻ്റെ ലോഗ് എന്ന് വെച്ചാൽ 3 എന്ന് പറയുന്ന ആരാന്നാ പറഞ്ഞത്, ഈസ് ദ പവർ, അത് പവർ ആണല്ലേ, ടു വിച്ച് ബേസ് മസ്റ്റ് ബി റേസ്ഡ്. നമ്മൾ ബേസിന് കൊടുക്കുന്ന പവർ, ബേസിന് ഏത് പവർ കൊടുത്താലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ച നമ്പർ കിട്ടുക, ആ ഒരു പവറിന് നമ്മൾ പറയുന്ന പേരാണ് ആ നമ്പറിൻ്റെ എന്ത്, ലോഗ് എന്നുള്ളത്. ഓക്കെ, സോ നമ്മുടെ ലോഗ് 1000ൻ്റെ ലോഗ് എന്താണെന്ന് വെച്ചാൽ എത്രയാണ് പറയാം, ആൻസർ 3 ആണ് വരുന്നത്. ഓക്കെ, ഒന്നുകൂടെ ആലോചിക്കുക, നമ്മുടെ ബേസിൻ്റെ മേലെ ഏത് പവർ കൊടുത്താലാണ് നമ്മളെ നമ്പർ കിട്ടുന്നത്, ആ പവറിന് നമ്മൾ പറയുന്ന പേരാണ് ആ നമ്പറിൻ്റെ ലോഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, ലോഗ് 1000 ടു ദ ബേസ് 10 ഇസ് ഈക്വൽ ടു 3 അല്ലേ, അതായത് 10⁻³ ഇസ് ഈക്വൽ ടു 1000. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് നമ്മുടെ ജനറൽ ഫോർമുലയിലേക്ക് എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ പറഞ്ഞ സെയിം തന്നെയാണ്. അതായത് നമുക്ക് എം എന്ന് പറഞ്ഞ നമ്പർ, ലോഗ് എം ടു ദ ബേസ് എം എന്ന് പറഞ്ഞ നമ്പറിൻ്റെ ലോഗ് കാണണം. അത് കിട്ടിയത് എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മുടെ ബേസ് എക്ക് അല്ലെ, ബേസായ എക്ക് പവറായിട്ട് കൊടുക്കുന്ന ആൾ എക്സ്, a⁻x കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും എന്ന് പറയാം, നമ്മുടെ നമ്പർ എം കിട്ടും. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് ചെയ്ത പോലെ 10⁻³ ഇസ് ഈക്വൽ ടു 1000 എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് a⁻x ഈക്വൽ ടു എം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ആ ഒരു എഴുതുക എന്നുള്ളത്. ലോഗ് എം ടു ദ ബേസ് a ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വെച്ചാൽ a⁻x ഈക്വൽ ടു എം എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, പിന്നെ നമുക്ക് ലോഗിനെ പറ്റി പറയുകയാണെങ്കിൽ ചില സ്ഥലത്തൊക്കെ നമുക്ക് ജസ്റ്റ് ലോഗ് എക്സ് എന്ന് കാണാം, അതായത് ബേസ് ഒന്നും ഇല്ലാതെ കാണാം അല്ലേ, ലോഗ് എക്സ് അല്ലെങ്കിൽ ലോഗ് എന്തെങ്കിലും ഒരു നമ്പർ, ലോഗ് 5 ലോഗ് 6 എന്നൊക്കെ കാണാം. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ആക്ച്വലി അതിൻ്റെ ബേസ് 10 ആണെന്നാണ്. ഓക്കെ, നമുക്കിപ്പം ബേസ് 10 ആണെങ്കിൽ അത് എഴുതണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് എഴുതാതെ കൊടുത്താൽ ലോഗ് എക്സ് ടു ദ ബേസ് 10ന് നമുക്ക് ജസ്റ്റ് ലോഗ് എക്സ് എന്നും എഴുതാം. ഓക്കെ, അവിടെ ബേസ് 10 ആണ് ബേസെങ്കിൽ നമുക്ക് എഴുതണം എന്നില്ല. പിന്നെ നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ലോഗ് എക്സ് ടു ദ ബേസ് ഇ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ എക്സ്പോണൻഷ്യൽ. ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്കതിനെ ln(x) എന്ന് എഴുതാം. ഓക്കെ, ലോഗ് എക്സ് ടു ദ ബേസ് ഇക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം, ln(x) എന്ന് എഴുതാം അല്ലേ. ln നമ്മൾ നാച്ചുറൽ ലോഗ് എന്നാണ് പറയുന്നത് ഈ വരുന്നതിന്. ജസ്റ്റ് ഓർത്ത് വെക്കുക, നമുക്ക് ചില പ്രോബ്ലംസിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ക്വസ്റ്റ്യനിലൊക്കെ ചിലപ്പം ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, ഒന്നുമില്ല, ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ബേസിന് നമ്മൾ കൊടുക്കുന്ന പവർ ആയിരിക്കും ആ നമ്പറിൻ്റെ ലോഗ് എന്ന് പറയുന്നത്. സോ a⁻x ഈക്വൽ ടു എം എന്ന് എഴുതാം. ഇനി നമുക്കിതിൻ്റെ എന്താണ്, ഞാൻ പറഞ്ഞു ലോഗ് എന്താണ്, ഒരു നമ്പറിൻ്റെ ലോഗ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അടുത്തുള്ളത്, ആ ലോഗരിതത്തിൽ വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട് അല്ലേ. അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ ഒരു 10-11 പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ടെങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്ത് പോകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഫെമിലിയർ ആവും. പിന്നെ നമുക്കത് ഭയങ്കര ബൈഹാർട്ടായി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ലോഗ് ഓഫ് 1. ഓക്കെ, ലോഗ് ഓഫ് 1 അതായത് നമ്മുടെ 1ൻ്റെ ലോഗ് ഏത് ബേസ് ആയിക്കോട്ടെ, നമ്മൾക്കിവിടെ എന്താണ് ബേസ്, ലോഗ് 1 ടു ദ ബേസ് a ആയിക്കോട്ടെ, ഏത് ബേസ് എടുത്താൽ കഴിഞ്ഞാലും നമ്മുടെ 1ൻ്റെ ലോഗ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സിമ്പിൾ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എഴുതിയാൽ അതായത് നമുക്ക് എങ്ങനെ എഴുതാം, a⁻² അല്ലേ. ഇവിടെ നമ്മൾ ലോഗിന് കിട്ടിയ വാല്യൂ 0 ആണ്. സോ a⁻0 ഈക്വൽ ടു 1. നമുക്കറിയാം
എക്ക് ഏത് പവർ കൊടുത്താലേ 1 വരുള്ളൂ, a⁻0 കൊടുത്താൽ മാത്രമേ 1 വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം എന്തായിരിക്കും ആൻസർ 0 ആയിരിക്കും. പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതായിരുന്നു, നമ്മളൊരു നമ്പർ എമ്മിൻ്റെ ലോഗ് കാണുക, നമുക്കത് കിട്ടി എക്സ് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു a⁻x = m എന്ന് എഴുതാമെന്നൊക്കെ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ എം, അതായത് നമ്മൾ ലോഗ് എടുക്കുന്ന വാല്യൂ എം എന്ന് പറയുന്നത് എപ്പോഴും 0-നെക്കാട്ടിയും വലുതായിരിക്കണം. എം ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എയുടെ വാല്യൂ ശ്രദ്ധിക്കണം. നമ്മുടെ ബേസ്, നമ്മൾ ലോഗ് എടുക്കുന്ന ബേസ് എന്ന് പറയുന്നത് എയും ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റേ തൊട്ടുമുമ്പ് പറയുന്ന സ്ഥലത്ത് പറയേണ്ടതായിരുന്നു. അതായത് എമ്മിൻ്റെ വാല്യൂയും എയുടെ വാല്യൂയും എപ്പോഴും എന്താണ്, ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. പിന്നെ എക്കൊരു പ്രത്യേകത കൂടെ ഉണ്ട്, എയുടെ വാല്യൂ നമ്മൾ ബേസായി എടുക്കുന്ന എ നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കണം. ഒരിക്കലും എക്ക് 1 എന്നുള്ള വാല്യൂ കൊടുക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് 1 കൊടുത്താൽ ആലോചിച്ച് നോക്കുക. അതായത് log m to the base 1 = x ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും, 1 raised to x = m എന്ന് എഴുതാം. നമ്മൾ പഠിച്ച കാര്യം, ഈ ഒരു കാര്യം പഠിച്ചു. ഇങ്ങനെ എഴുതിയാൽ നമുക്കത് a⁻x = m എന്ന് എഴുതാം. സോ 1 raised to x = m എന്ന് എഴുതി അല്ലേ. 1 raised to x അല്ലെങ്കിൽ 1² ആയിക്കോട്ടെ, 1 raised to 1000 ആയിക്കോട്ടെ, 1 raised to x ഏതെടുത്താലും എന്തായിരിക്കും ആൻസർ കിട്ടുക, 1 ആയിരിക്കും ആൻസർ കിട്ടുക. സോ എമ്മിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ എമ്മിന് 1 കൊടുത്താൽ എന്ത് വരും, log 1 to the base 1 വരും. ഇതെന്ന് പറയുന്ന കാര്യം നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, log 1 to the base 1 എന്ന് പറയുന്ന കാര്യം നോട്ട് ഡിഫൈൻഡ് ആണ്. സോ അതാണ് നമ്മൾ പറഞ്ഞത്, എക്ക് ഒരിക്കലും എന്ത് കൊടുക്കാൻ പാടില്ല, 1 എന്നുള്ള വാല്യൂ. അത് ഏത് പ്രോബ്ലം ആയിക്കോട്ടെ, നമ്മൾ ലോഗ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ബേസ് എന്ത് കൊടുക്കാൻ പാടില്ല, നമ്മൾ 1 കൊടുക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ എന്താ നമ്മൾ ബേസ് ചെയ്യാണ്, log 1ൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ log 1 എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ഈ കുറച്ച് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കാം. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ നമ്പറും നമ്മുടെ ബേസും സെയിം വരെയാണ്. ഓക്കെ, അതായത് log ഓഫ് ദ സെയിം നമ്പർ ആസ് ബേസ്. ഓക്കെ, നമുക്കൊരു നമ്പറിൻ്റെ ഇപ്പോൾ ഒരു log 15 കാണണം, അതിൻ്റെ ബേസ് എന്താണ്, ടു ദ ബേസ് 15 ആണ്. അങ്ങനെയാണെങ്കിൽ സിമ്പിളാണ്, വേറെ ഒന്നും നോക്കേണ്ട, ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അത് ഏതായിക്കോട്ടെ, log x to the base x ആയിക്കോട്ടെ, log a to the base a, ഏതായാലും ആ ഒരു സെയിം ബേസും നമ്പറും സെയിം ആണെങ്കിൽ അതിൻ്റെ log എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും എപ്പോഴും ആൻസർ വരെ. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഇനി വരുന്ന പ്രോപ്പർട്ടി വെച്ചാൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, log mn to the base a is equal to log m to the base a plus log n to the base a. ഓക്കെ, നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള റൂൾ ആയിരിക്കില്ലേ, ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. log a b എന്ന് വെച്ചാൽ log a plus log b ആണ്. ഓക്കെ, അല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ പഠിക്കുന്ന പോലെ log a b എന്ന് വെച്ചാൽ log a ഇൻറ്റു log b അല്ല. log m എന്ന് വെച്ചാൽ log m പ്ലസ് log n ആണ്. ഓക്കെ, അതുപോലെ തന്നെ ചില സമയത്തൊക്കെ നിൽക്കിപ്പം log m പ്ലസ് n തന്നാൽ ഇസ് ഈക്വൽ ടു log m പ്ലസ് log n ആണെന്ന് വിചാരിക്കരുത്, അത് തെറ്റാണ്. ഓക്കെ, log m പ്ലസ് എന്ന് വെച്ചാൽ log m പ്ലസ് log n അല്ല. log m പ്ലസ് log n എന്ന് വെച്ചാൽ അത് എന്താണ്, ഇത് ഈക്വൽ ടു log mn ആണ്. ഓക്കെ, ആ ഒരു കാര്യം മറന്നു പോകരുത്. ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ജസ്റ്റ് പ്രൊഡക്റ്റ് ആകുമ്പം നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ അവിടെ നമ്മൾ അഡീഷനാണ് വരിക, ഡിവിഷൻ ആകുമ്പോൾ സബ്ട്രാക്ഷൻ ആണ് വരിക. നമുക്ക് തൊട്ടടുത്ത റൂളിൽ പറയാം. അതുപോലെ തന്നെ ജസ്റ്റ് 2 നമ്പർ ആവണം എന്നില്ല കേട്ടോ. നമ്മളിവിടെ ഇപ്പം log mn പറഞ്ഞ പോലെ തന്നെ ഇപ്പം വേണമെങ്കിൽ log ഒരു mnp, ഓക്കെ, log mnp കാണാൻ പറഞ്ഞാലും നമുക്ക് എങ്ങനെ കാണാം, പ്രൊഡക്റ്റ് ആകുമ്പോൾ log m പ്ലസ് log n പ്ലസ് log p. ഓക്കെ, അതായത് ഓരോ നമ്പേഴ്സിൻ്റെയും ലോഗ് സെപ്പറേറ്റ് കണ്ടിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, അതാണ് ജസ്റ്റ് നമുക്ക് എന്താ പ്രൊഡക്റ്റ് റൂൾ. ഇത് വെച്ച് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു പ്രോബ്ലം പറയുകയാണെങ്കിൽ ഇപ്പം ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വരികയാണ്, ഇപ്പം log x പ്ലസ് 3 പ്ലസ് log x മൈനസ് 3 ഇസ് ഈക്വൽ ടു log 72 എന്ന് വരികയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ജസ്റ്റ് നമ്മുടെ ഈ പറയുന്ന പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. നമുക്കറിയാം log m പ്ലസ് log n എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ ഇവിടെ ബേസ് ഇട്ടില്ലേ, അങ്ങനെ ബേസ് ഇല്ല, നമുക്കത് 10 ആണെന്നുള്ള രീതിയിലാണ്, നമുക്ക് ബേസ് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ log m പ്ലസ് log n എന്ന് പറയുന്നത് log mn ആണ്. സോ log x പ്ലസ് 3 പ്ലസ് log x മൈനസ് 3 നമുക്ക് എങ്ങനെ എഴുതാം, log x മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3. ഓക്കെ, എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതാം ഇസ് ഈക്വൽ ടു എന്താണ്, log 72. ഓക്കെ, അപ്പം a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ത്, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ അതിൽ എന്ത് വരും, log x സ്ക്വയർ മൈനസ് 3 സ്ക്വയർ 9 വരും ഇസ് ഈക്വൽ ടു log 72. ഓക്കെ,
ലോഗ് എം ഈക്വൽ ടു ലോഗ് എൻ ആണെങ്കിൽ എം ഈക്വൽ ടു എൻ എന്നുണ്ട്. നമ്മളൊരു ഈക്വാലിറ്റി റൂൾ പഠിക്കാൻ പോകുന്നുണ്ട്. അവിടെ പറയുന്നതാണ് ഇപ്പം ഒരു 2 നമ്പേഴ്സിൻ്റെ ലോഗ് ഈക്വൽ ആണെങ്കിൽ ആ നമ്പേഴ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നിന്ന് x² - 9 ഈക്വൽ ടു 72 കിട്ടും. സോ x² ഈക്വൽ ടു എന്ന് പറയുമ്പം 81 കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ എന്ത് വരും, +or-9 വരും. ഓക്കെ, ജസ്റ്റ് എക്സിൻ്റെ വാല്യൂ വെച്ചാൽ സിമ്പിളാണ്. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ചെയ്തതാണ്. അതുപോലെ വരുന്ന റൂളാണ് നമ്മളിപ്പം പറഞ്ഞ കോഷ്യൻ റൂള്. ഓക്കെ, നമ്മളിവിടെ പ്രൊഡക്റ്റ് ആയിരുന്നു, 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ രണ്ടിൻ്റെയും സെപ്പറേറ്റ് ലോഗ് കണ്ടിട്ട് നമ്മൾ ആഡ് ചെയ്യുക. ഇനി ലോഗ് m/n ടു ദ ബേസ് a ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, log m - log n. ഓക്കെ, മാറിപ്പോവരുത്. നമ്മൾ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ അവിടെ അഡീഷൻ വരും, ഡിവിഷൻ വരുമ്പോൾ അവിടെ സബ്ട്രാക്ഷൻ വരും. ഇതാണ് കോഷ്യൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ.